സർ, അരൂർ മണ്ഡലത്തിലെ തീരപ്രദേശത്തെ വെള്ളക്കെട്ട് നിരന്തരമായി ഞാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെയും എൻ്റെ ജനങ്ങളുടെയും നിസ്സഹായ അവസ്ഥയാണ് സർ ഈ വെള്ളക്കെട്ട്. വേലിയേറ്റം, വേലിയിറക്കം പ്രകൃതി പ്രതിഭാസമാണ്. മുൻ കാലഘട്ടത്തിൽ വേലിയേറ്റം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ജലം തടസ്സമില്ലാതെ ഒഴുകി കടലിൽ പോകുമായിരുന്നു. ഇന്ന് അതിന് തടസ്സം നേരിട്ടിരിക്കുകയാണ് സർ. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് തീരദേശ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതോടെ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞ മലിനജലം കൂടി ഈ വെള്ളത്തോടൊപ്പം ചേരുന്നത് ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കുട്ടികൾ പോലും മലിനജലം നീന്തിയാണ് സ്കൂളുകളിൽ പോകുന്നത്. കായലുകളിലും കൈവഴികളിലും കരിനിലങ്ങളിലും എക്കലും ചെളിയും അടിഞ്ഞു കിടക്കുന്നതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് പ്രധാന കാരണം സർ. കായലുകളിലെയും കൈവഴികളിലെയും എക്കൽ മണൽ നിക്ഷേപം മാറ്റി ആ മണൽ തീരദേശത്ത് ദുരിതം അനുഭവപ്പെടുന്ന വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഇട്ട് ഉയർത്തുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും സാർ. കരിനിലങ്ങളിൽ പണ്ടുകാലങ്ങളിലെ ചെളി കുത്തിയെടുത്ത് തെങ്ങുകൾക്ക് വളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു സാർ. ഇന്നത് നടക്കുന്നില്ല. ഈ നിസ്സഹായ അവസ്ഥയ്ക്കും ജനങ്ങളുടെ തീരാ ദുഃഖത്തിനും ഒരു പരിഹാരം കാണണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. ആലപ്പുഴ ജില്ലയിലെ വടക്കൻ പ്രദേശമായ അരൂർ മണ്ഡലം വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് തണ്ണീർമുക്കം, അന്ധകാരഴി എന്നീ റെഗുലേറ്ററുകളിലെ ഷട്ടറുകൾ അടയ്ക്കുന്നത് മൂലം ഇരു റെഗുലേറ്ററുകൾക്കുമിടയിൽ ഇടതോടുകളിലും നീർച്ചാലുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അരൂർ മണ്ഡലത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം തീരദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നവകേരള സദസ്സിലെ പരാതികൾ പരിഹരിക്കുന്നതിനായി അരൂർ മണ്ഡലത്തിൽ അനുവദിച്ച 7 കോടി രൂപ വിനിയോഗിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി 9 പ്രവർത്തികൾ അടങ്ങിയ DPR തയ്യാറാക്കുന്ന നടപടി സ്വീകരിച്ചു വരികയാണ്. കൂടാതെ 3 പ്രവർത്തികളുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് മേൽപ്പടി പ്രവർത്തികൾ നടപ്പിലാക്കുന്ന നടപടി സ്വീകരിക്കുന്നതാണ്. കൂടാതെ അരൂർ മണ്ഡലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി റെസ്റ്റോറേഷൻ ഓഫ് എക്കോസിസ്റ്റം, റെജുവിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് സറൗണ്ടിങ് വേമ്പനാട് ലേക്ക് ഇൻ അരൂർ LIC ഫേസ് 1 എന്ന 28.79 കോടി രൂപയുടെ പ്രവൃത്തി ഭരണാനുമതി ലഭിക്കുന്നതിനായി സർക്കാർ ലഭ്യമായിട്ടുണ്ട്. അത് പരിശോധിച്ചു വരികയാണ്. ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ഗൗരവപൂർവമായ സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്.